ഹായ്, നമ്മൾ ഈ സെഷനിൽ നോക്കാൻ പോകുന്നത് പൈപ്സ് ആൻഡ് സിസ്റ്ററിന്റെ ക്വസ്റ്റൻസ് ആണ് നോക്കാൻ പോകുന്നത്. SBIയുടെ ക്ലർക്കിന്റെ എക്സാംസിൽ ലാസ്റ്റ് 3 ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ളത്. പിന്നെ മുമ്പ് തന്നെ നമ്മൾ ടൈം വർക്കിന്റെ ക്വസ്റ്റൻസ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. നമുക്കറിയാം ടൈം വർക്കും പൈപ്സ് ആൻഡ് സിസ്റ്ററും കൂടി ചേർത്ത് ഒരു ക്വസ്റ്റൻ ആണ് നമുക്ക് എക്സാമിൽ ചോദിക്കുന്നത്. സോ ടൈം വർക്ക് കാണാത്തവർ ഡെഫിനറ്റ് ടൈം വർക്കിന്റെ ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അതിന് തൊട്ട് മുമ്പുള്ള സെഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ വേറെയും ടോപ്പിക്സ് ഒരുപാട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതും ചാനലിൽ ചെന്ന് അവിടെ നിന്ന് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാൻ ഡയറക്റ്റ്ലി നമുക്ക് പൈപ്സ് ആൻഡ് സിസ്റ്ററിൽ ലാസ്റ്റ് 3 ഇയേഴ്സ് SBIയുടെ ക്ലർക്കിന്റെ എക്സാംസിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസ് എന്തൊക്കെയാണ്, അതെങ്ങനെ ചെയ്യാം വളരെ പെട്ടെന്ന് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ നമ്മുടെ ആദ്യത്തെ ദിവസം നമ്മുടെ മുമ്പിലുണ്ട്. A pipe can fill a rooftop water container in 12 hours and another pipe can empty 50% of the container in 10 hours. How long will it take for the empty container to be filled to half its capacity if both the pipes are opened simultaneously? എന്താ പറഞ്ഞേക്കുന്നത്? ഒരു പൈപ്പ് ഉണ്ട്, ആ പൈപ്പ് ഒരു കണ്ടെയ്നർ റൂഫ് ടോപ്പ് ഒരു വാട്ടർ കണ്ടെയ്നർ ഫില്ല് ചെയ്യാൻ 12 മണിക്കൂർ എടുക്കും. അതേപോലെ അതിൽ നിന്ന് വെള്ളം എംറ്റി ആക്കുന്ന ഒരു പൈപ്പ് അത് ആ കണ്ടെയ്നർ എംറ്റി ആക്കാൻ, അതിന്റെ പകുതി എംറ്റി ആക്കാൻ 10 മണിക്കൂർ എടുക്കും. അപ്പൊ പകുതി എംറ്റി ആക്കാൻ 10 മണിക്കൂറാണ് എടുക്കുന്നെങ്കിൽ മൊത്തം എംറ്റി ആക്കാൻ എത്ര മണിക്കൂർ എടുക്കുമായിരിക്കും? 20 മണിക്കൂർ എടുക്കണ്ടേ? ഇനി അവിടെ ചോദിക്കുന്ന ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ഫോർ ദ എംറ്റി കണ്ടെയ്നർ ടു ബി ഫിൽഡ് ടു ഹാഫ് ഇറ്റ്സ് കപ്പാസിറ്റി. അപ്പൊ ആ കണ്ടെയ്നറിന്റെ പകുതിയാണ് നിറയ്ക്കേണ്ടത് ഈ രണ്ട് പൈപ്പ് കൂടി തുറന്നു കിടന്നാൽ ഇഫ് ബോത്ത് ദി പൈപ്സ് ആർ ഓപ്പൺ സൈമൾട്ടേനിയസ്ലി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ എടുക്കാം. ആദ്യമേ നമുക്ക് ആ സ്വിച്ച് ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. സോ എ ഉണ്ട്, ഒരു ഔട്ട്ലെറ്റ് പൈപ്പ് ഉണ്ട്. ആദ്യമേ ഇൻലെറ്റും ഔട്ട്ലെറ്റും. ഇൻലെറ്റ് അത് നിറയ്ക്കാൻ 12 മണിക്കൂറാണ് എടുക്കുന്നത്. ഔട്ട്ലെറ്റ് അതിന്റെ പകുതി എംറ്റി ആക്കാൻ 10 മണിക്കൂറാണെങ്കിൽ മൊത്തം എംറ്റി ആക്കാൻ 20 മണിക്കൂർ എടുക്കും. സോ നമുക്ക് ഇവിടുന്ന് LCM എന്തെടുക്കാം? 60 എന്നെടുക്കാം. സോ 5 into 12 ആണ് 60, 3 into 20 ആണ് 60. ഇന്ന് ഔട്ട്ലെറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കതിനെ ഔട്ട്ലെറ്റ് എന്ന് എടുക്കാം. ഔട്ട്ലെറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ മൈനസ് കൊടുക്കാം. അപ്പോൾ ഇവിടുത്തെ എഫിഷ്യൻസി മൈനസ് ആയിരിക്കും. സോ രണ്ടുകൂടി ഒരുമിച്ച് തുറന്നിടുന്നാൽ നമുക്ക് അവിടുത്തെ ടോട്ടൽ എഫിഷ്യൻസി എന്തായിരിക്കും? 2 ആയിരിക്കും. സോ ഇത് എഫിഷ്യൻസി, ഇത് നമ്മുടെ ടൈം ആൻഡ് ഇത് നമ്മുടെ വർക്ക്. ഇനി നമുക്കവിടെ ചോദിച്ചേക്കുന്നത് ഇത് ഫില്ല് ചെയ്യാൻ സമയം എത്ര എടുക്കുമെന്നാണ് ചോദിച്ചേക്കുന്നത്. രണ്ടും കൂടി തുറന്നിടുന്നത്. അപ്പോൾ ടൈം A + B, ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 60 ബൈ ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 2 ആണ്. പക്ഷെ നമുക്ക് മൊത്തം നിറയ്ക്കേണ്ട. എത്ര നിറച്ചാൽ മതി? പകുതി നിറച്ചാൽ പോരെ. അങ്ങനെയാണെങ്കിൽ 50 നിറച്ചാൽ മതിയെങ്കിൽ നമുക്ക് ഇതിന്റെ പകുതി നിറയ്ക്കാൻ എത്ര സമയം എടുക്കും എന്ന് അറിഞ്ഞാൽ മതി. സോ ഇൻറ്റു ഹാഫ്. സോ അങ്ങനെയെങ്കിൽ 2 into 2 4. നമ്മൾ ഇവിടുന്ന് ഈ 16നെ 4 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 15 എന്ന് വരും. സോ നമുക്ക് ആൻസർ എന്ത് വരും? 15 hours എന്ന് നമുക്ക് ആൻസർ വരും. യൂണിറ്റ് ഹവേഴ്സ് ആണ്. സോ 15 മണിക്കൂർ കൊണ്ട് നമുക്ക് ആ കണ്ടെയ്നറിന്റെ പകുതി നിറയ്ക്കാൻ പറ്റും. അതാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ദിവസത്തിലേക്ക് പോവാം. അടുത്ത ദിവസം പൈപ്പ് A and B can together fill a tank in 20 hours and pipe C can empty 40% of the tank in 20 hours. Find the time taken by all the 3 pipes together to fill 60% of the tank എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എയും ബിയും കൂടി ഒരുമിച്ച് 20 മണിക്കൂർ എടുക്കും അത് നിറയ്ക്കാൻ വേണ്ടി. പക്ഷെ സിക്ക് അതിന്റെ 40% മാത്രം എംറ്റി ചെയ്യാൻ 20 ഹവേഴ്സ് എടുക്കും. അപ്പോൾ 40% മാത്രം എംറ്റി ചെയ്യാൻ 20 ഹവേഴ്സ് എടുക്കുമെങ്കിൽ മൊത്തം എംറ്റി ആക്കാൻ എത്ര നേരം എടുക്കും? 50 മണിക്കൂർ എടുക്കത്തില്ലേ? എന്നിട്ട് 40ന്റെ ഡബിൾ 80. അപ്പോൾ 20 മണിക്കൂറിന്റെ ഡബിൾ 40. അതുകൂടാതെ 40ന്റെ പകുതി 20 കൂടി ചേരുമ്പോഴാണ് 100 ആവുന്നത്. അപ്പോൾ ഈ ഒരു 20ന്റെ പകുതി 10 കൂടി ചേരുമ്പോഴത്തേന്ന് 20 + 20 + 10 50 മണിക്കൂർ എടുക്കും അത് എംറ്റി ചെയ്യാൻ വേണ്ടി ഒറ്റയ്ക്ക്. ഇനി ചോദിക്കുന്നത് ഇത് 3 കൂടി തുറന്നിട്ടാൽ 60% നിറയാൻ എത്ര സമയം എടുക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പോൾ ആദ്യമേ A + B നിറയ്ക്കാൻ 20 ഹവേഴ്സ് എടുക്കും. നമുക്ക് ഒരു C എന്ന് പറയുന്ന ഔട്ട്ലെറ്റ് പൈപ്പാണ്. സോ മൈനസ് അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ 40% നിറയ്ക്കാൻ നമുക്ക് 40% എത്ര? 2/5 അല്ലേ? അപ്പോൾ ആ 2 നിറയ്ക്കാനാണ് നമുക്ക് ഈ പറയുന്ന 20 എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 5 നിറയ്ക്കാൻ എത്ര എടുക്കും? 50 ഹവേഴ്സ് എടുക്കത്തില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് 50 എന്ന് വരും. ഇനി നമ്മളിവിടെ യാസ് യൂഷ്വൽ നമ്മുടെ ടേബിളൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇത് 100 എന്ന് എടുക്കാം. 100 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 5 എന്നും ഇവിടെ നമുക്ക് 2 എന്നും വരും. ആൻഡ് ഇത് മൈനസ് എന്ന് വരും. ഇവിടെ നമുക്ക് ഇത് 3 എന്ന് വരും. അങ്ങനെ ടൈം ടേക്കൻ ഇത് 3 കൂടി തുറന്നിട്ടാൽ A + B + C ടോട്ടൽ നമുക്ക് 100 ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി 3. പക്ഷെ നമുക്ക് 60% നിറച്ചാൽ മതി. അപ്പോൾ 60% എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാതെ 3/5 ആണ്. അതാണെങ്കിൽ 3യും 3യും ക്യാൻസൽ, 5ഉം ഈ ഒരു 10 കൂടി ക്യാൻസൽ ചെയ്താൽ 2. സോ ആ 2ഉം ആ 0 കൂടി ചേരുമ്പോൾ 20 ഹവേഴ്സ് ആയിരിക്കും നമുക്കിത് ഫുള്ള് നിറയ്ക്കാൻ എടുക്കുന്നത്. 3ഉം കൂടി തുറന്ന് കിടക്കുകയാണെങ്കിൽ 60% നിറയ്ക്കാൻ എടുക്കുന്നത്. ഓക്കെ, അടുത്ത ദിവസത്തിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, പൈപ്പ് A can fill the tank in 3 hours and pipe B can fill the tank in 5 hours. Pipe C can empty tank in 15 hours. അപ്പോൾ 3 നമുക്ക് പ്രോപ്പർലി കൊടുത്തിട്ടുണ്ട്. Then find in how many hours tank will be filled when they work alternately starting from A എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓൾട്ടർനേറ്റ് വർക്ക് കൺസെപ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ആ യൂഷ്വൽ ടേബിൾ എല്ലാം കംപ്ലീറ്റ് ചെയ്യാം. സോ ടേബിൾ എടുക്കുകയാണെങ്കിൽ A 3 മണിക്കൂർ, B 5 മണിക്കൂർ ആൻഡ് C ഔട്ട്ലെറ്റ് പൈപ്പ് 15 മണിക്കൂർ. LCM നമുക്ക് ആ 15 തന്നെ എടുക്കാം. സോ അങ്ങനെയാണെങ്കിൽ 15 ഇവിടെ 5
ഇവിടെ 3 ആൻഡ് ഇവിടെ 1 ആൻഡ് ഇവിടെ മൈനസ്. നമ്മൾ ടോട്ടൽ എഫിഷ്യൻസി എടുക്കുകയാണെങ്കിൽ 3 - 1 2 5 + 2 7. സോ ഇതിവിടെ എഫിഷ്യൻസി, ഇതിവിടെ ടൈം ആൻഡ് ഇതിവിടെ വർക്ക്. ഇനി ഇവിടെ പറയുന്ന ഒരു ഓൾട്ടർനേറ്റ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ഓൾട്ടർനേറ്റ് ആൻഡ് സ്റ്റാർട്ടിംഗ് വിത്ത് ആരാണെന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാർട്ടിംഗ് വിത്ത് ബി ആണ് എന്ന് പറഞ്ഞാൽ ആദ്യമേ ബി വർക്ക് ചെയ്യും, എന്നിട്ട് സി വർക്ക് ചെയ്യും, എന്നിട്ടായിരിക്കും എ വർക്ക് ചെയ്യുന്നത്. സി ഔട്ട്ലെറ്റ് ആണ് നമ്മൾ ശ്രദ്ധിച്ചോണം. അങ്ങനെയാണെങ്കിൽ ഇവർ 3 ഓരോ മണിക്കൂർ വെച്ചാണ് വർക്ക് ചെയ്യുന്നത്. എന്താണ് ഹവേഴ്സ് ആണ് യൂണിറ്റിൽ പോയേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ 3 മണിക്കൂർ കൊണ്ട് എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്യും? ഇവർ ഈ പറഞ്ഞ 7 യൂണിറ്റ് അല്ലേ ഒരുമിച്ച് ചെയ്താൽ കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 7 യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യും. നമുക്ക് മൊത്തം എത്ര കംപ്ലീറ്റ് ചെയ്യാനുണ്ട്? 15 കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതേപോലെ പിന്നെ ഒരു 3 മണിക്കൂർ എടുക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ വീണ്ടും ഇവർ എ സി ബി സി എ എന്ന് കംപ്ലീറ്റ് ചെയ്താൽ വീണ്ടും ഒരു 3 മണിക്കൂർ എടുക്കും. ആ 3 മണിക്കൂറിൻ്റെ അവർ എത്ര കംപ്ലീറ്റ് ചെയ്യും? 7 യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ 14 ആയില്ലേ ഓൾറെഡി. നമുക്ക് 15 അല്ലേ വേണ്ടിയേ. ഇനി അടുത്ത ആരായിരിക്കും വരുന്നത്? അടുത്ത വീണ്ടും തുടങ്ങാനത്തെ ബി അല്ലേ വരുന്നത്. അപ്പം ബി 1 മണിക്കൂറാണ് ബി വർക്ക് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ആ ബി 1 മണിക്കൂർ വർക്ക് ചെയ്യുമ്പം ബിക്ക് എത്ര കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും? ബിക്ക് മൊത്തം 3 യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് 3 യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടോ? ഇല്ല. നമുക്ക് എത്ര യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യാനേ ഉള്ളൂ? 1 യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യാനല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ശരിക്കും 1/3 യൂണിറ്റ് തീർത്താൽ മതി അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ എടുക്കുന്ന സമയം എന്ത് തന്നെ ആയിരിക്കും? 1/3 ഹവേഴ്സ് പോരെ. 1 മണിക്കൂറുടെ 1/3 പോരെ. അങ്ങനെയാണെങ്കിൽ മൊത്തം എടുക്കുന്ന സമയം എത്രയാണ്? നമുക്ക് ഇവിടെ ഒരു 3 മണിക്കൂർ, ഇവിടെ ഒരു 3 മണിക്കൂർ, 6 മണിക്കൂർ. അതുകൂടാതെ ഇവിടെ ഒരു 1/3 ഓഫ് എ ഹവർ കൂടി. ഓക്കെ. അപ്പം അങ്ങനെയാണെങ്കിൽ അപ്പോൾ നമുക്കിവിടെ മൊത്തം 3-ൽ 1 തീർത്താൽ മതി. അത് നമ്മളിവിടെ 1/3 എടുത്തത്. അപ്പം ഡൗട്ട് വരില്ല. നമുക്കിവിടെ 1 യൂണിറ്റ് കൂടി മതി. അപ്പോഴാണ് നമുക്ക് മൊത്തം എന്താവുന്നത്? 15 ആകുന്നത്. 15 യൂണിറ്റ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് 3 യൂണിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ 1 യൂണിറ്റ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ 3-1 നമുക്ക് 1 മണിക്കൂർ കൊണ്ട് 3 യൂണിറ്റ് ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന 1 മണിക്കൂർ മൊത്തം വേണ്ട, 1/3 മതി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്മൾ എടുക്കുന്ന സമയം 6 മണിക്കൂറും 1/3 ഹവേഴ്സ് കൂടി ചേർത്ത് 1/3 ഹവേഴ്സ് എന്ന ആൻസർ വരും. പക്ഷെ നമുക്ക് ഓപ്ഷനിൽ കൊടുത്തേക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ മിക്സർ ഫ്രാക്ഷൻ മാറ്റി ഫ്രാക്ഷൻ കൊടുത്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 3 × 6 18 + 1 19/3 ഹവേഴ്സ് നമുക്ക് ആൻസർ വരും. 19/3 ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. നമുക്ക് അത് അത്യാവശ്യം അവിടെ നോക്കി പറയാനുള്ളത്, എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊരു ഡൗട്ട് വരാതിരിക്കാൻ ഇത്രയാണ് നമ്മൾ എഴുതി പോയത്. ഓക്കെ. അപ്പോൾ അത് നിങ്ങൾക്ക് എഴുതുന്ന മാക്സിമം കുറച്ചുകൊണ്ട് ഈവൻ നമുക്ക് ആ ഒരു എത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് കയ്യിൽ എണ്ണി എടുക്കാവുന്നതേ ഉള്ളൂ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ക്ലിയർ. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ, if A can fill 2/3 of a tank in 6 hours while B can fill 4/9 of the tank in 8 hours, find the time to fill 1/3 of the tank when both A and B work. അപ്പോൾ A ഒരു ടാങ്കിന്റെ 2/3 നിറയ്ക്കാൻ 6 മണിക്കൂർ എടുക്കുന്നത്. അപ്പം 2 നിറയ്ക്കാൻ 6 ആണെങ്കിൽ 3 നിറയ്ക്കാൻ 9 എടുക്കും. ഓക്കെ. അപ്പോൾ ആ ഒരു രീതിയിൽ എടുത്താൽ മതി. അതേപോലെ ഇപ്പം നമുക്ക് 2/3 നിറയ്ക്കാൻ 6 മണിക്കൂർ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ 2/3 2 നിറയ്ക്കാനാണ് ഈ 6 മണിക്കൂർ എടുക്കുന്നത്. നമുക്കറിയാം 2 × 3 ആണ് 6. അങ്ങനെയാണെങ്കിൽ അതേ 3 × 3 ചെയ്യുമ്പോൾ നമുക്ക് ഫുള്ള് നിറയ്ക്കാൻ എത്ര സമയം എടുക്കും എന്നറിയാം. 9 മണിക്കൂർ എടുക്കും ഫുള്ള് നിറയ്ക്കാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ എയുടെ കേസ്. ഇതേപോലെ ബിയുടെ കേസ് നോക്കിക്കേ. ബി 4/9 നിറയ്ക്കാൻ 8 മണിക്കൂർ എടുക്കും. ഞാൻ 4 നിറയ്ക്കാൻ 8 മണിക്കൂർ എടുക്കും. 4ന്റെ ഡബിൾ അല്ലേ 8. അങ്ങനെയാണെങ്കിൽ 9ന്റെ ഡബിൾ എത്ര വരും? 18 വരത്തില്ലേ. അപ്പം മൊത്തം നിറയ്ക്കാൻ എത്ര മണിക്കൂർ എടുക്കുന്നത്? 18 മണിക്കൂർ എടുക്കുന്ന ബി. അപ്പോൾ അതിനെ ഡയറക്ട്ലി തരാതെ കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് തന്നേക്കുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ ചോദിക്കുന്നത് വളരെ സിമ്പിളാണ്. ഫൈൻഡ് ദ ടൈം ടു ഫിൽ 1/3 ഓഫ് ദ ടാങ്ക്. മൊത്തം നിറയ്ക്കേണ്ട, 3-1 നിറയ്ക്കാൻ എത്ര സമയം എടുക്കും? നമുക്ക് ആസ് യൂഷ്വൽ ചെയ്യുന്നതാണെങ്കിൽ ചെയ്യാം. എ ഉണ്ട്, ബി ഉണ്ട്. അവിടെ ടൈം എന്ന് പറയുന്നത് ഒരാളുടെ 9ഉം മറ്റേത് 18ഉം. ഇത് ടൈം. ഇവിടെ LCM നമ്മൾ എടുക്കുകയാണെങ്കിൽ 18 എന്ന് വരും. അത് 18 അതാണ് നമ്മുടെ വർക്ക്. ഇനി എഫിഷ്യൻസി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന 2 × 9 ആണ് 18, 1 × 18 ആണ് 18. ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ 3 എന്ന് വരും. അങ്ങനെ ടോട്ടൽ ടൈം ടേക്കൺ ബൈ ദം ടു ഫിൽ ദ ടാങ്ക് എന്ന് പറയുന്നത് ആ ഒരു 18/3 എന്ന് വരും. പക്ഷെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൊത്തം നിറയ്ക്കേണ്ട. എത്ര നിറച്ചാൽ മതി? 1/3 നിറച്ചാൽ മതി. ഇനി മൊത്തം സമയത്തിന്റെ 3-1 എത്ര നിറഞ്ഞാൽ പോരെ. അങ്ങനെ 3 × 3 9. അങ്ങനെയാണെങ്കിൽ ഇവിടെ 9 വെച്ച് ക്യാൻസൽ ചെയ്താൽ 2 എന്ന് വരും. സോ ആൻസർ എന്ത് വരും? 2 മണിക്കൂർ എന്ന് നമുക്ക് ആൻസർ വരും. 2 ഹവേഴ്സ് എന്ന ആൻസർ വരും. സോ ഓപ്ഷനിൽ വരുമ്പോൾ ഓപ്ഷൻ സി 2 ഹവേഴ്സ് ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ലാസ്റ്റ് 3 ഇയേഴ്സിന്റെ ഇടയ്ക്ക് നമുക്ക് പൈപ്സ് ആൻഡ് സിസ്റ്റമിൽ നിന്ന് SBIയുടെ ക്ലർക്കിന്റെ എക്സാംസിൽ ചോദിച്ചുള്ള ക്വസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ തന്നെ നമ്മൾ ഇനി SBI POയുടെ ചോദിച്ചുള്ള ക്വസ്റ്റൻസ് ഉണ്ട്. നമ്മൾ മുമ്പോട്ട് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ഈ ഒരു ക്ലർക്കിന്റെ എക്സാം തീരുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ക്ലർക്കിന്റെ ഇമ്പോർട്ടന്റ് ഏരിയസ് ഒക്കെ നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഫ്യൂ ടോപ്പിക്സ് കൂടി ബാക്കിയുള്ളൂ. ആ ടോപ്പിക്സ് കൂടി നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും വരുന്ന ദിവസങ്ങളിൽ തന്നെ. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. അതിന് മുമ്പുള്ള സെഷൻസ് സിംപ്ലിഫിക്കേഷൻ, പെർസെൻറ്റേജ്, റേഷ്യോ, മിക്സ്ചർ,
പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ മുമ്പുള്ള സെഷൻസ് ഇതൊക്കെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ, അതുപോലെ ടൈം ആൻഡ് വർക്ക് ഇതൊക്കെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ചാനലിൽ ചെന്ന് അവിടുന്ന് പ്ലേലിസ്റ്റ് എടുത്ത് അവിടുന്ന് ഒരുമിച്ച് ഈ വീഡിയോസ് ഒക്കെ തന്നെ കണ്ട് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ കുറച്ച് നേരം ഇരിക്കുമ്പോൾ തന്നെ ആ ക്വസ്റ്റൻസ് എല്ലാം കൂടി പ്രാക്ടീസ് ചെയ്ത് തീർക്കാൻ പറ്റും. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ എക്സാം മുമ്പ് 2 വട്ടമെങ്കിലും പ്രാക്ടീസ് ചെയ്തിട്ട് പോകാം എന്ന് ഞാൻ പറയും. അപ്പോൾ ഈ ഒരു ഏരിയാസ് ഒക്കെ തന്നെ നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് സ്ട്രോങ് ആക്കി എടുക്കുക. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള ടോപ്പിക്സ് നമുക്കായിട്ട് നമുക്ക് ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം. സെഷൻ യൂസ്ഫുൾ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സുമായിട്ടും ഡെഫിനറ്റ്ലി ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഉടനെ തന്നെ ഇതിന്റെ റിമൈനിങ് ഏരിയാസുമായിട്ട് നമുക്ക് ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം. താങ്ക് യു.